പ്രൈം ടൈം ന്യൂസിലേക്ക് വിശദമായി. പൗരത്വ ഭേദഗതി നിയമം പ്രാബല്യത്തിൽ. പൗരത്വ ഭേദഗതി നിയമം രാജ്യത്ത് പ്രാബല്യത്തിൽ വന്നു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പൗരത്വ ഭേദഗതി ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്തു. 2020 ജനുവരി 10 നിയമം നിലവിൽ വന്നെങ്കിലും ചട്ടങ്ങൾ രൂപീകരിച്ചിരുന്നില്ല. പൗരത്വത്തിന് അപേക്ഷിക്കാനുള്ള ഓൺലൈൻ പോർട്ടലും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സജ്ജമാക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് കേന്ദ്ര സർക്കാരിന്റെ നിർണായക നീക്കം. 1955 പൗരത്വ നിയമം ഭേദഗതി ചെയ്തത് 2019. 2014 ഡിസംബർ 31 മുൻപ് ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറിയ ഹിന്ദു, സിഖ്, ജൈന, ബുദ്ധ, പാഴ്സി, ക്രൈസ്തവ മതസ്ഥർക്ക് പൗരത്വം നൽകുന്നതാണ് ഭേദഗതി. ഓൺലൈനായാണ് പൗരത്വത്തിന് അപേക്ഷിക്കേണ്ടത്. ഇതിനായുള്ള പ്രത്യേക പോർട്ടലും പ്രവർത്തനക്ഷമമായി. പൗരത്വത്തിന് അപേക്ഷിക്കുന്നവർ ഇന്ത്യയിലെത്തിയിട്ട് എത്ര വർഷമായി എന്ന് വ്യക്തമാക്കേണ്ടതുണ്ട്. വിദ്യാഭ്യാസം നേടാനും വ്യാപാര സ്വാതന്ത്ര്യത്തിനും വസ്തുവകകൾ വാങ്ങാനും പൗരത്വം നേടുന്നവർക്ക് അവകാശമുണ്ടാകും. കുടിയേറ്റക്കാരായ മുസ്ലിം, ജൂത, ബഹായി മതസ്ഥർക്ക് പുതിയ നിയമപ്രകാരം പൗരത്വം ലഭിക്കില്ല. 2019 BJPയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു പൗരത്വ ഭേദഗതി നടപ്പിലാക്കുമെന്നത്. എന്നാൽ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്യാൻ അടുത്ത തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കലെത്തേണ്ടി വന്നു. മതാടിസ്ഥാനത്തിലുള്ള പൗരത്വം ഭരണഘടനാ വിരുദ്ധമാണെന്നാരോപിച്ച് നിയമഭേദഗതിക്കെതിരെ രാജ്യത്ത് വലിയ പ്രതിഷേധങ്ങൾ അരങ്ങേറിയിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തെ വിമർശിച്ച് പ്രതിപക്ഷ പാർട്ടികൾ വീണ്ടും രംഗത്തെത്തിക്കഴിഞ്ഞു. 24 ഡൽഹി. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്തതിനെ രൂക്ഷമായി വിമർശിച്ച പ്രതിപക്ഷ പാർട്ടികൾ പൗരത്വ ഭേദഗതി കേരളത്തിൽ നടപ്പാക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവർത്തിച്ചു. വർഗീയ ധ്രുവീകരണമാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്ന് കോൺഗ്രസ് വിമർശിച്ചു. നിയമ നടപടി സ്വീകരിക്കുമെന്ന് മുസ്ലിം ലീഗ് പ്രതികരിച്ചു. CPIM-ഉം UDF-ഉം സംസ്ഥാന വ്യാപകമായി നാളെ പ്രതിഷേധം സംഘടിപ്പിക്കും. പൗരത്വ ഭേദഗതി മുസ്ലിം വിരുദ്ധമല്ലെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട പൗരത്വ ഭേദഗതി നടപ്പിലാക്കാനുള്ള നീക്കം രാജ്യത്തെ അസ്വസ്ഥമാക്കാനെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. നിയമം കേരളത്തിലെന്നല്ല ഇന്ത്യയിൽ തന്നെ നടപ്പിലാക്കാൻ അനുവദിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇത് വിഭജനത്തിന്റെ രാഷ്ട്രീയമാണ്. ആളുകളുടെ മനസ്സിൽ ഭീതി ജനിപ്പിക്കാൻ ഉള്ള രാഷ്ട്രീയമാണ്. ഈ രാഷ്ട്രീയത്തെ കോൺഗ്രസ് അതിശക്തമായി നേരിടും. നിയമം മുസ്ലിം വിരുദ്ധമല്ലെന്നായിരുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ പ്രതികരണം. It will only be fulfillment of the promise, the assurance which was given to those people who the 75-year-old history shows how they have been persecuted in Pakistan. പൗരത്വ ഭേദഗതി പെട്ടെന്ന് നടപ്പാക്കില്ലെന്ന് കേന്ദ്രം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയതാണെന്നും പുതിയ വിജ്ഞാപനം നിലനിൽക്കില്ലെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. അത് മുസ്ലിം സംഘടനയുടെ യോഗത്തിൽ തന്നെ അത് പരാമർശ വിഷയമായതാണല്ലോ. മുസ്ലിം സംഘടനയുടെ പ്രതിഷേധം അന്ന് തന്നെ മുഖ്യമന്ത്രി എല്ലാവരും അറിയിച്ചിട്ടുണ്ട്. ജാതിമതാടിസ്ഥാനത്തിൽ പൗരത്വം നൽകുന്നത് ഭരണഘടനാ വിരുദ്ധമെന്ന് PK കുഞ്ഞാലിക്കുട്ടിയും നിയമ നടപടി സ്വീകരിക്കുമെന്ന് ET മുഹമ്മദ് ബഷീറും പ്രതികരിച്ചു. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ നിയമം അറബിക്കടലിലെറിയുമെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ പറഞ്ഞു. ജനകീയമായും നിയമപരമായും നേരിടുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അർത്ഥം അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഹിന്ദുത്വ രാഷ്ട്രമായി ഈ വർഗീയ ധ്രുവീകരണം സംഘടിപ്പിക്കും എന്ന് തന്നെ പറഞ്ഞതാണ്. അതിലേക്കാണ് കാര്യങ്ങൾ നീക്കാൻ അവർ ശ്രമിക്കുന്നത്. അതിശക്തിയായ രീതിയിലുള്ള ജനകീയ മുന്നേറ്റം ഇതിനെതിരായി രൂപപ്പെട്ടു വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നിയമം കേരളത്തിൽ നടപ്പിലാക്കില്ലെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ജനങ്ങളെ പറ്റിക്കുകയാണെന്ന് സുരേഷ് ഗോപി. ഇത് രാജ്യത്തിന്റെ ആവശ്യമാണ്. കേരളം രാജ്യത്തിന്റെ ഭാഗമാണ്. നിങ്ങളെങ്ങനെ പറഞ്ഞ് പറ്റിക്കാൻ പറ്റും? അത്രയേ ഉള്ളൂ. വഹിക്കാൻ പറ്റും. അതിനാണ് ഈ മുഖ്യമന്ത്രി. വർഗീയ ധ്രുവീകരണമാണ് കേന്ദ്രത്തിന്റെ ലക്ഷ്യമെന്ന് കോൺഗ്രസ് വക്താവ് ജയറാം രമേശ് ട്വീറ്റ് ചെയ്തു. വിജ്ഞാപനം ഇറക്കിയതിനെ CPI അപലപിച്ചു. പൗരത്വ ഭേദഗതി നിയമവും പൗരത്വ രജിസ്റ്ററും വടക്ക് കിഴക്കൻ മേഖലകളിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക് 24. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ BJPക്ക് മറുപടി നൽകുമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. ഇത്രയും കാലം ഫ്രീസറിൽ വെച്ച പൗരത്വ ഭേദഗതി നിയമം ഇപ്പോൾ പുറത്തെടുത്തത് തെരഞ്ഞെടുപ്പ് ലാഭം മാത്രം മുന്നിൽ കണ്ടാണെന്ന് MK സ്റ്റാലിൻ എക്സിൽ കുറിച്ചു. തെരഞ്ഞെടുപ്പ് ബോണ്ടിന്റെ വിവരങ്ങൾ പരസ്യപ്പെടുത്താൻ സുപ്രീംകോടതി നിർദ്ദേശിച്ചതോടെ കേന്ദ്ര സർക്കാർ പരിഭ്രാന്തരായെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. പൊതുജന ശ്രദ്ധ തിരിക്കാനുള്ള തന്ത്രങ്ങൾ വിലപ്പോവില്ലെന്നും സീതാറാം യെച്ചൂരി പ്രതികരിച്ചു. BJPയുടേത് തരംതാണ നീക്കമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ വിമർശിച്ചു. 4 വർഷവും 3 മാസവും കഴിഞ്ഞു ഈ ആക്ട് പാർലമെന്റ് പാസ്സാക്കിയിട്ട്.
പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപേ, ദിവസങ്ങൾക്ക് മുൻപേ ഇതിപ്പം പ്രഖ്യാപിക്കുന്നതിന്റെ പിന്നിൽ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ: പോളറൈസ് ചെയ്യുക, ഇലക്ഷനെ പോളറൈസ് ചെയ്യിപ്പിക്കുക. അതുമാത്രമല്ല, ഇന്നത്തെ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന സുപ്രീം കോടതി വിധിയടക്കം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കാര്യത്തിൽ അവിടെ മുഖത്ത് അടിക്കുന്നത് പോലെയുള്ള സുപ്രീം കോടതി വിധി വന്നപ്പോൾ ഇതിനെയൊക്കെ മറികടക്കാൻ വേണ്ടിയുള്ള ഡൈവേർഷണറി ടാക്ടിക്സ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന അൺഎംപ്ലോയ്മെന്റ് ഇഷ്യൂ, പ്രൈസ് റൈസ് ഇഷ്യൂ, അതുപോലെ ഈ രാജ്യത്തിലെ കൃഷിക്കാരന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം ഒളിച്ചോടി രാജ്യത്ത് ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു വെറും തരംതാണ തന്ത്രമാണ് മോഡി ഗവൺമെന്റ് നടത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ 4 വർഷം 3 മാസം എന്തിനെ ആക്ട് പാസ്സാക്കി കാത്തിരിക്കുന്നത്? എന്താണ് അതിന്റെ ന്യായീകരണം? ഇതൊക്കെ തന്നെ ജനങ്ങൾ പുച്ഛിച്ച് തള്ളും. ഇത്രേ ഉള്ളൂ. പൗരത്വ ഭേദഗതി നിയമം വിജ്ഞാപനം ചെയ്തതിനെതിരെ ഡൽഹിയിലെ കലാലയങ്ങളിൽ പ്രതിഷേധം. ജാമിയ മിലിയ സർവകലാശാലയിൽ വിജ്ഞാപനത്തിന്റെ പകർപ്പ് കത്തിച്ച് MSF ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധിച്ചു. ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ ഡെമോക്രാറ്റിക് സ്റ്റുഡൻസ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ഡൽഹിയിൽ കനത്ത ജാഗ്രതയിലാണ് പോലീസ്. നോർത്ത് ഈസ്റ്റ് ഡൽഹി ജില്ലയിൽ 2 ദിവസം പോലീസ് ഫ്ളാഗ് മാർച്ച് നടത്തും. സാമൂഹിക മാധ്യമങ്ങൾ നിരീക്ഷിക്കുമെന്നും ഡൽഹി പോലീസ് അറിയിച്ചു. തിരികെ പ്രൈം ടൈം ന്യൂസിലേക്ക്. പൗരത്വ ഭേദഗതി നിയമ വിജ്ഞാപനത്തിനെതിരെ സംസ്ഥാനത്തും വിവിധയിടങ്ങളിൽ DYFI പ്രതിഷേധം സംഘടിപ്പിച്ചു. തിരുവനന്തപുരത്ത് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് AG's ഓഫീസിലേക്ക് മാർച്ച് നടത്തി. നരേന്ദ്രമോദിയുടെ ചിത്രമുള്ള ഫ്ലക്സ് ബോർഡുകൾ പ്രവർത്തകർ വലിച്ചുകീറി. മലപ്പുറത്തെ പ്രതിഷേധ മാർച്ചിൽ ലോക്സഭാ സ്ഥാനാർത്ഥി വി വസീഫ് ഉൾപ്പെടെ പങ്കെടുത്തു. കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡിന് മുന്നിൽ നടത്തിയ പന്തം കൊളുത്തി പ്രകടനം DYFI സംസ്ഥാന വൈസ് പ്രസിഡന്റ് LG ലിജീഷ് ഉദ്ഘാടനം ചെയ്തു. 100-ലധികം പ്രവർത്തകർ പങ്കെടുത്തു. പാലക്കാട് DYFIയുടെയും SFIയുടെയും സംയുക്തമായാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോ, DYFI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KC റിയാസുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ കോഴിക്കോട് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. പ്രവർത്തകർ ട്രെയിൻ തടയുന്നു. രാഹുൽ സുരേഷ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. രാഹുൽ, വലിയ പ്രതിഷേധമാണ്. ഈ ഇത്തരത്തിലൊരു ട്രെയിൻ തടയൽ സമരം കേരളത്തിൽ തന്നെ ആദ്യമാണ് ഈ വിജ്ഞാപനത്തിന് ശേഷമെന്ന് തോന്നുന്നു, അല്ലേ? ഗോകുൽ, പൗരത്വ ഭേദഗതി ബില്ല് നടപ്പാക്കുന്നതിനെതിരെയാണ് ഇപ്പോൾ കോഴിക്കോട് പ്രതിഷേധം നടക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്. മംഗലാപുരത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന മാവേലി എക്സ്പ്രസ് ആണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ തടഞ്ഞിട്ടിരിക്കുന്നത്. 10:45 കൂടിയാണ് ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത്. ഇപ്പോൾ ഏതാണ്ട് 20 മിനിറ്റിലധികമായി ട്രെയിൻ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ തടഞ്ഞിട്ടിരിക്കുകയാണ്. ഈ പ്രവർത്തകർ ഇപ്പോൾ കൊടി വീശി കാണിക്കുന്ന ഉൾപ്പെടെയുള്ള പ്രതിഷേധത്തിലേക്ക് പോവുകയാണ്. ഇനിയിപ്പോൾ റെയിൽവേ പോലീസ് ഉൾപ്പെടെ സ്ഥലത്തേക്ക് ഇപ്പോൾ ഉടൻ തന്നെ എത്തും. തുടർന്ന് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള നടപടികളിലേക്ക് ഉടൻ തന്നെ കടക്കുമെന്നാണ് അറിയിക്കുന്നത്. ഏതാണ്ട് 100-ലധികം പ്രവർത്തകരാണ് ഇപ്പോൾ പ്രതിഷേധവുമായി ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുള്ളത്. എന്തൊക്കെ തുടർ സമരങ്ങളിലൂടെ തന്നെ ഈ പൗരത്വ ഭേദഗതി ബില്ല് നടപ്പാക്കാനുള്ള ശ്രമങ്ങളെ തടയാനാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെയും ഉൾപ്പെടെയുള്ള യുവജന സംഘടനകളുടെ തീരുമാനം. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ പ്രവർത്തകർ ട്രെയിൻ തടഞ്ഞുള്ള പ്രതിഷേധത്തിലേക്ക് പോകുന്നത്. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പൗരത്വ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട സമര പോരാട്ടങ്ങളിലേക്ക് കടക്കുകയാണ് യുവജന സംഘടനകൾ ഉൾപ്പെടെ. ഇന്ന് വൈകിട്ട് യൂത്ത് DYFIയുടെ ഉൾപ്പെടെ നേതൃത്വത്തിൽ കോഴിക്കോട് നഗരത്തിൽ പ്രതിഷേധ പ്രകടനം, പന്തം കൊളുത്തിയുള്ള പ്രതിഷേധ പ്രകടനം നടന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഒരു പിടിയും കൂടി കടന്ന് ട്രെയിൻ തടഞ്ഞുള്ള പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുന്നത്. കഴിഞ്ഞ 20 മിനിറ്റിലേറെയായി ഇപ്പോൾ ഈ ട്രെയിൻ ഇവിടെ തടഞ്ഞിട്ടിരിക്കുകയാണ്. ഇപ്പോൾ റെയിൽവേ പോലീസ് ഉൾപ്പെടെയുള്ള അധികൃതർ സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. പ്രവർത്തകരെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്ത് നീക്കിയ ശേഷം ട്രെയിൻ ഇവിടെ നിന്നും കടത്തിവിടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്താണെങ്കിലും നിരവധി പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ സമരം, ട്രെയിൻ തടഞ്ഞുള്ള ഒരു സമരത്തിലേക്ക് കടന്നിരിക്കുന്നത്. ആ സമരമാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഗോകുൽ, രാഹുൽ, കഴിഞ്ഞ മുമ്പ് ഏതാണ്ട് ഈ നിയമം പ്രാബല്യത്തിൽ വരുന്ന സമയത്ത്, നിയമം പാസ്സാക്കുന്ന സമയത്ത്, ബില്ല് പാസ്സാക്കുന്ന സമയത്തൊക്കെ സമാനമായ പ്രതിഷേധങ്ങൾ കണ്ടതാണ്. അത്തരത്തിൽ തുടർ സമരങ്ങൾക്കാണോ ഈ യുവജന സംഘടനകളുടെ പദ്ധതി? ഗോകുൽ, ഇന്ന് വൈകിട്ട് ഈ വിജ്ഞാപനം പുറത്തിറങ്ങിയതിന് പിന്നാലെയാണ് യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടികൾ ആരംഭിച്ചത്. ആദ്യഘട്ടത്തിൽ DYFIയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ പരിപാടി. കോഴിക്കോട് ജില്ലാ കമ്മിറ്റി, CPMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസ് മുതൽ KSRTC ബസ് സ്റ്റാൻഡ് വരെയായിരുന്നു DYFIയുടെ പ്രതിഷേധം. പന്തം കൊളുത്തിയുള്ള പ്രതിഷേധം സമാധാനപരമായിരുന്നു. പക്ഷേ ഇതിപ്പോൾ അല്പം കടന്നുകൊണ്ടാണ് ട്രെയിൻ തടഞ്ഞുള്ള പ്രതിഷേധ പരിപാടിയിലേക്ക് കടന്നിരിക്കുന്നത്. ഏതാണ്ട് 100-ലധികം വരുന്ന പ്രവർത്തകർ
പ്രവർത്തകരാണ് ഇപ്പോൾ മാവേലി എക്സ്പ്രസ് മംഗലാപുരത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന മാവേലി എക്സ്പ്രസ് തടഞ്ഞുള്ള പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുന്നത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ ട്രെയിൻ തടഞ്ഞുള്ള യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. പൗരത്വ നിയമ ഭേദഗതി ചട്ടങ്ങൾ പ്രാബല്യത്തിൽ വന്നതിനെതിരെയാണ്, നിയമത്തിനെതിരെയാണ് പ്രതിഷേധം. സംസ്ഥാന വ്യാപകമായ പ്രതിഷേധങ്ങൾ നടന്നു. വരും ദിവസങ്ങളിലും തുടർ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് LDFും UDFും യുവജന സംഘടനകളും പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റു വാർത്തകളിലേക്ക്. ഇലക്ട്രൽ ബോണ്ട് കേസിൽ SBIക്ക് കനത്ത തിരിച്ചടി. കടപ്പത്രം വഴി രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിച്ച സംഭാവനകളുടെ മുഴുവൻ വിവരങ്ങളും നാളെ വൈകിട്ട് 5:30 മുമ്പ് കൈമാറാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ജൂൺ 30 വരെ സമയം വേണമെന്ന ആവശ്യമാണ് തള്ളിയത്. നിർദ്ദേശങ്ങൾ പാലിച്ചില്ലെങ്കിൽ കർശന നടപടി സ്വീകരിക്കുമെന്നും സുപ്രീം കോടതി താക്കീത് നൽകി. തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്തവരുടെ പട്ടിക പ്രസിദ്ധീകരിക്കാൻ സാവകാശം വേണമെന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആവശ്യമാണ് സുപ്രീം കോടതി തള്ളിയത്. ഇനി കൂടുതൽ സമയം അനുവദിക്കില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷന് വിവരങ്ങൾ ഉടൻ കൈമാറണം. വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 15-ന് തന്നെ പ്രസിദ്ധീകരിക്കുകയും വേണം. വിവരങ്ങൾ കൈമാറുന്നത് സങ്കീർണമായ പ്രക്രിയയാണെന്നും അതിന് ജൂൺ 30 വരെ സമയം വേണമെന്നുമായിരുന്നു വാദം. ആരുടെ ബോണ്ട് ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് കിട്ടിയെന്ന വിവരം ക്രോഡീകരിച്ച് പ്രസിദ്ധീകരിക്കാൻ നിർബന്ധിക്കുന്നില്ലെന്ന് കോടതി വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ മുദ്രവെച്ച കവർ കോടതി തുറന്നു. തുടർന്നാണ് ഇതുവരെ ലഭ്യമായ വിവരങ്ങൾ ഉടൻ പ്രസിദ്ധീകരിക്കാൻ കോടതി നിർദ്ദേശിച്ചത്. സ്വാഗതാർഹമായ ഉത്തരവെന്ന് ഹർജി നൽകിയ കക്ഷികളിലൊന്നായ CPIM. Well, this Supreme Court judgment is a big step forward in ensuring transparency of political funding and particularly electoral funding. ബോണ്ട് വഴി കിട്ടിയ പണത്തിന്റെ കണക്കുകൾ മൂടിവെക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ. ഉത്തരവ് നടപ്പാക്കിയില്ലെങ്കിൽ കോടതിയലക്ഷ്യ നടപടി സ്വീകരിക്കുമെന്നും സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച് ഉത്തരവിൽ വ്യക്തമാക്കി. 24 ഡൽഹി. റമദാൻ ഒരുങ്ങി വിശ്വാസികൾ. അൽ മുക്താദിർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പുണ്യങ്ങളുടെ പൂക്കാലം സമർപ്പിക്കുന്നത് എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുക്താദിർ ജ്വല്ലേഴ്സ്. ഇസ്ലാം മത വിശ്വാസികൾക്ക് ഇനി വ്രതശുദ്ധിയുടെ നാളുകൾ. കേരളത്തിൽ നാളെ റമദാൻ 1 വിവിധ ഖാസിമാർ അറിയിച്ചു. മലപ്പുറം പൊന്നാനിയിലും കോഴിക്കോട് കാപ്പാടും മാസപ്പിറവി ദൃശ്യമായി. മാസപ്പിറവി ദർശിച്ചതായി പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ, മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, പ്രൊഫസർ K ആലിക്കുട്ടി മുസ്ലിയാർ, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുഖാരി തങ്ങൾ, മുഹമ്മദ് കോയ തങ്ങൾ, ജമാലുലൈലി, നാസർ ഹയ്യ ശിഹാബ് തങ്ങൾ, VP സുഹൈബ് മൗലവി തുടങ്ങിയവർ സ്ഥിരീകരിച്ചതോടെയാണ് റമദാൻ വ്രതത്തിന് തുടക്കമായത്. ഇനിയുള്ള 30 ദിനരാത്രങ്ങൾ വിശ്വാസികൾക്ക് ആത്മസംസ്കരണത്തിന്റേതാണ്. റമദാനിലെ രാത്രികാല നമസ്കാരമായ തറാവീഹിന് തുടക്കമായി. റമദാൻ മാസപ്പിറവി പൊന്നാനിയിൽ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ റമദാൻ 1 നാളെ ചൊവ്വാഴ്ചയായി പ്രഖ്യാപിക്കുന്നു. അത് ഉറപ്പിച്ചതായിട്ട് വിവരം അറിയിക്കുകയാണ്. പൊന്നാനിയിലാണ് മാസം കണ്ടിട്ടുള്ളത്. മതമൈത്രിയുടെ സന്ദേശവുമായി എത്തുന്ന ഇഫ്താർ വിരുന്നുകളുടെ നാളുകൾ കൂടിയാണ് സമാഗതമായത്. സാധാരണക്കാരനും പണക്കാരനും യോജിച്ച് ഒത്തൊരുമിച്ച് കഷ്ടപ്പെട്ടവരുടെ വിഷമങ്ങൾ കഴിവുള്ളവർ കൂടി മനസ്സിലാക്കാനും ഇതിനെല്ലാം കൂടിയാണ് വിശുദ്ധ റമദാൻ സൃഷ്ടാവ് നിശ്ചയിച്ച് തന്നിട്ടുള്ളത്. ഖുർആൻ അവതരിച്ച മാസം ആയതിനാൽ ഖുർആൻ പാരായണം വർദ്ധിപ്പിച്ചും പുണ്യം നേടുകയാണ് വിശ്വാസികൾ. 24 കോഴിക്കോട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. TN പ്രതാപൻ MPക്കും UDF തൃശൂർ ജില്ലാ ചെയർമാൻ MP വിൻസെന്റിനുമെതിരെ ഒളിയമ്പുമായി പത്മജ വേണുഗോപാൽ. തന്നെ തോൽപ്പിച്ചവരാണ് K മുരളീധരന്റെ റോഡ് ഷോയിൽ ഇടത്തും വലത്തും നിന്നതെന്ന് പരിഹാസം. തൃശൂരിൽ K മുരളീധരനെയും കോൺഗ്രസുകാർ തോൽപ്പിക്കുമെന്ന് പത്മജ പറഞ്ഞു. BJP പ്രവേശനത്തിന് ശേഷം ആദ്യമായി പത്മജ മുരളി മന്ദിരത്തിലെത്തി. BJP പ്രവേശനത്തിന് ശേഷം ആദ്യമായി മുരളി മന്ദിരത്തിലെത്തിയ പത്മജ വേണുഗോപാൽ കോൺഗ്രസിനെതിരെ നടത്തിയത് അതിരൂക്ഷ വിമർശനം. വടകരയിൽ ജയിക്കേണ്ടിയിരുന്ന K മുരളീധരനെ തൃശൂരിൽ മത്സരിപ്പിച്ച് തോൽപ്പിക്കുകയാണ് കോൺഗ്രസ് എന്ന കുറ്റപ്പെടുത്തൽ. പാവ മുരളിയേട്ടൻ അവിടെ വടകര ഒന്ന് ജയിച്ചു പോയേനെ, എന്തിനാ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇതിന്റെ ഇടയിൽ കൊണ്ടിട്ടേന്നല്ല. കാരണം അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല. അദ്ദേഹത്തിന് എന്താ പറയണ്ടത്, ജാതപ്രകാരം ഈ സമയം നോക്കണം, എന്നാലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം തൃശ്ശൂരാണ്, കുറച്ച് നേതാക്കളുണ്ട് വൃത്തിയിട്ടവര്. തൃശൂരിൽ തന്നെ തോൽപ്പിച്ചവർ K മുരളീധരന്റെ റോഡ് ഷോയിൽ ഇടത്തും വലത്തും നിൽക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് തന്റെ കയ്യിൽ നിന്നും 22 ലക്ഷം രൂപ MP വിൻസെന്റ് വാങ്ങിയെന്നും
പ്രിയങ്ക ഗാന്ധിയുടെ വാഹനത്തിൽ കയറാൻ സമ്മതിച്ചില്ലെന്നും പത്മജ ആരോപിച്ചു. പ്രിയങ്ക ഗാന്ധിയുടെ വണ്ടിയിൽ എന്നെ ഒന്ന് കയറ്റാൻ വേണ്ടിയിട്ട് ഇവരെൻ്റെ അടുത്ത് നിന്ന് 22.5 ലക്ഷം റുപ്യ വാങ്ങി. DC ബസ്സുണ്ട്, അന്ന് വിൻസെൻ്റ് ആയിരുന്നു. ആ, അപ്പം ഞാൻ പറഞ്ഞു ഞാൻ തരില്ല എന്ന്. KPC വന്നിട്ടുണ്ടല്ലോ പൈസ അറിഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ചേച്ചിയുടെ കാര്യം സ്വന്തം നോക്കുക, ഞങ്ങളാരും ഉണ്ടാവില്ല, എന്നെ ഭീഷണിപ്പെടുത്തി. ആരോപണങ്ങൾ MP വിൻസെന്റ് തള്ളി. ഓരോ സമയത്ത് ആദ്യം പറഞ്ഞ് 8 ലക്ഷം എന്ന് പറഞ്ഞു, പിന്നെ 18 ലക്ഷം എന്ന് പറഞ്ഞു, കഴിഞ്ഞ ദിവസം 22 ലക്ഷം എന്ന് പറഞ്ഞു, ഇപ്പം 22.5 എന്ന് പറഞ്ഞു. ഞാനൊരു DCC പ്രസിഡന്റ് മാത്രമായിട്ടാണ്. എന്നേക്കാൾ മുകളിലായിരുന്നു പത്മജ, KPCCയുടെ വൈസ് പ്രസിഡന്റാണ്. അപ്പോൾ കാറിൽ കയറാൻ ഞാൻ പൈസ വാങ്ങിയത്, ഞാൻ കാറിലല്ല, ഞാൻ 6 കാറ് ബാക്കിലാണ്. എനിക്ക് പോലും അന്ന് കയറാൻ കഴിഞ്ഞില്ല. ഷമാ മുഹമ്മദിനെ പോലെ കോൺഗ്രസിൽ അവഗണന നേരിടുന്നവരെ BJPയിലേക്ക് സ്വാഗതം ചെയ്യുന്നുവെന്നും ഇപ്പോഴത്തെ BJP പ്രവർത്തകർ പഴയ കോൺഗ്രസുകാരാണെന്നും പത്മജ വേണുഗോപാൽ പറഞ്ഞു. മുരളി മന്ദിരത്തിൽ ജില്ലാ അധ്യക്ഷൻ KK അനീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ BJP പ്രവർത്തകർ പത്മജ വേണുഗോപാലിനെ സ്വീകരിച്ചു. 24 തൃശൂർ. KC വേണുഗോപാലിന്റെ ലോക്സഭാ സ്ഥാനാർത്ഥിത്വം BJPയെ സഹായിക്കാനാണെന്ന പ്രചാരണം ശക്തമാക്കി CPIM. ആലപ്പുഴയിൽ വേണുഗോപാൽ ജയിക്കില്ലെന്നും രാജ്യസഭയിൽ കോൺഗ്രസിന് ഒരു സീറ്റ് നഷ്ടപ്പെടാതെ സംരക്ഷിക്കുമെന്നും MV ഗോവിന്ദൻ. ആലപ്പുഴ സീറ്റിൽ MV ഗോവിന്ദൻ മനപ്പായസം ഉണ്ടെന്ന് രമേശ് ചെന്നിത്തല തിരിച്ചടിച്ചു. പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിടാൻ കാരണം KC വേണുഗോപാലെന്ന് ശോഭാ സുരേന്ദ്രൻ ആരോപിച്ചു. KC വേണുഗോപാൽ കൂടി പ്രചാരണത്തിനെത്തിയതോടെ ആലപ്പുഴയിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ചൂടേറി. രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാ MP സ്ഥാനം 2.5 വർഷം കൂടി ബാക്കി നിലനിൽക്കെ KC വേണുഗോപാൽ ഇപ്പോൾ മത്സരിക്കുന്നത് BJPയെ സഹായിക്കാനാണെന്ന പ്രചാരണം രാഷ്ട്രീയ ആയുധമാക്കുകയാണ് ഇടത് ക്യാമ്പ്. AM ആരിഫിനും മന്ത്രി P പ്രസാദിനും പിന്നാലെ KC വേണുഗോപാലിനെതിരെ രൂക്ഷ വിമർശനവുമായി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും രംഗത്തെത്തി. KC വേണുഗോപാലൻ ആലപ്പുഴയിൽ ജയിക്കാൻ പോകുന്നില്ല. പിന്നെ അവിടെ അതിൻ്റെ അപ്പുറത്ത് ആലോചിക്കേണ്ട കാര്യമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജയിക്കില്ല എന്ന് മാത്രമല്ല, കഴിഞ്ഞ പ്രാവശ്യം ഒരു സീറ്റ് മാത്രമേ ഇടതുപക്ഷത്തിന് കിട്ടിയിട്ടുള്ളൂ. ആ കൊടുങ്കാറ്റിൽ പതറാതെ നിന്ന ഒരു മണ്ഡലമാണ് ആലപ്പുഴ മണ്ഡലം. BJPയുടെ പിന്തുണ നേടിയാലും അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയെ ആരിഫിനെ തോൽപ്പിക്കാൻ KC വേണുഗോപാലിനാവില്ല. KC വേണുഗോപാൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് രമേശ് ചെന്നിത്തല. കേരളത്തിൽ BJPക്ക് അക്കൗണ്ട് തുറപ്പിക്കാൻ CPIM വാശിയോടെ പ്രവർത്തിക്കുകയാണെന്നും രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി. റെക്കോർഡ് ഭൂരിപക്ഷത്തിന് KC വേണുഗോപാൽ ആലപ്പുഴയിൽ ജയിക്കുമെന്ന കാര്യത്തിൽ തർക്കം വേണ്ട. അങ്ങനെ MV ഗോവിന്ദൻ മനപ്പായസം ഉണ്ണണ്ട. ആ ഒരു കാരണവശാലും കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട സീറ്റ് പിടിച്ചെടുക്കാനാണ് KC വേണുഗോപാലിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയത്. ആലപ്പുഴയിൽ BJP വോട്ട് 2 ഇരട്ടിയായി വർദ്ധിപ്പിക്കുമെന്ന് ശോഭാ സുരേന്ദ്രൻ. ഒപ്പം പത്മജ വേണുഗോപാലിനെ BJPയിൽ എത്തിച്ചത് KC വേണുഗോപാലാണെന്നും ശോഭാ സുരേന്ദ്രന്റെ പരാമർശം. ഈ ഒന്നും രാഷ്ട്രീയത്തെക്കുറിച്ച് ഒരക്ഷരം പോലും അറിയാത്ത രാഹുൽ ഗാന്ധിനെ വഴിതെറ്റിച്ച് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ അഖിലേന്ത്യാ തലത്തിൽ തകർത്താളാണ് ശ്രീമാൻ KC മര്യാദയ്ക്കായിരുന്നുവെങ്കിൽ ഇന്ന് ലീഡറുടെ മകൾ കോൺഗ്രസ് പാളയത്തിൽ നിൽക്കുമായിരുന്നു. AICC സംഘടനകാര്യ ചുമതലയും മറ്റു മണ്ഡലങ്ങളിലെ പ്രചാരണ പരിപാടികളും കണക്കിലെടുത്ത് ആലപ്പുഴ മണ്ഡലത്തിൽ ആകെ 15 ദിവസത്തെ പ്രചാരണ പരിപാടികളാണ് UDF ആസൂത്രണം ചെയ്തിരിക്കുന്നത്. KC വേണുഗോപാലിന്റെ അസാന്നിധ്യത്തിൽ നാടിളക്കിയുള്ള പ്രചാരണമാണ് CPIM ലക്ഷ്യമിടുന്നത്. മണ്ഡലത്തിൽ KC വേണുഗോപാലിന്റെ തെരഞ്ഞെടുപ്പ് പരിപാടികൾക്ക് ചുക്കാൻ പിടിക്കുന്നത് രമേശ് ചെന്നിത്തലയാണ്. 24 ആലപ്പുഴ. UDF സ്ഥാനാർത്ഥിയായി ഷാഫി പറമ്പിൽ കൂടിയെത്തിയതോടെ വടകരയിൽ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് ചൂടേറി. ഒഞ്ചിയത്തെ TP ചന്ദ്രശേഖരന്റെ വീട്ടിലെത്തിയാണ് ഷാഫി പറമ്പിൽ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടത്. K മുരളീധരനേക്കാൾ വലിയ പോരാളിയല്ല ഷാഫി പറമ്പിലെന്ന് LDF സ്ഥാനാർത്ഥി KK ശൈലജ പ്രതികരിച്ചു. ഒഞ്ചിയത്തെ TPയുടെ വീട്ടിലെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന അർപ്പിച്ച് ഷാഫി പറമ്പിലിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം. TP വധം വടകരയിൽ ഇത്തവണയും പ്രധാന ചർച്ചാ വിഷയമാക്കാനാണ് UDF നീക്കം. സ്കെച്ച് ചെയ്ത് സ്ഥലം തീരുമാനിച്ച് ഫോളോ ചെയ്ത് മാർക്ക് ചെയ്ത് കൊന്നതാണ്. ഓർഗനൈസേഷണൽ കില്ലിംഗ് ആണ്. ഒരു സംഘർഷവും സംഘടനവും ഉണ്ടാകുമ്പോൾ കൊല്ലപ്പെടുന്നതല്ല. അപ്പോൾ അതിനെതിരെ എക്കാലത്തും നിലപാടുണ്ടാവും. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഉണ്ടാവും, തെരഞ്ഞെടുപ്പിന്റെ മുമ്പും ഉണ്ടാവും, തെരഞ്ഞെടുപ്പിന്റെ ഇടയിലും ഉണ്ടാവും. മുരളീധരന്റെ മാറ്റത്തോടെ ഉണ്ടായിരുന്ന ആശയക്കുഴപ്പം ഷാഫിയുടെ വരവോടെ പരിഹരിക്കപ്പെട്ടുവെന്നാണ് UDFന്റെ വിലയിരുത്തൽ. നേതൃത്വവുമായി ഇടഞ്ഞുനിന്ന മുല്ലപ്പള്ളിയെ നേരിൽ കണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമാക്കാനും ഷാഫിക്കായി. പ്രചാരണത്തിൽ ഒരുപടി മുന്നിലാണെങ്കിലും TP വധം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇടതുമുന്നണി പ്രതിരോധം തീർക്കേണ്ടി വരും. അവർക്ക് ഈ നാടിന്റെ വികസനത്തെക്കുറിച്ചൊന്നും പറയാനില്ല, ഈ നിയോജക മണ്ഡലത്തിന്റെ വികസനത്തെക്കുറിച്ച് പറയാനില്ല. നമ്മുടെ രാജ്യത്തിന്റെ മതേതരത്വം തകരാൻ
ഇടയാവുന്ന സമയത്ത് അക്ഷരം അതിനെക്കുറിച്ച് ആ വേവലാതി പോലും ഈ കോൺഗ്രസിനും UDF ഇല്ല. ഞാൻ ചന്ദ്രശേഖരൻ വധം അത് എപ്പോഴും നമ്മൾ പറയുന്നുണ്ട്, അതൊരു സങ്കടമുള്ളൊരു കാര്യമാണ്. പക്ഷേ അങ്ങനെയുള്ള നിരവധി സംഭവങ്ങൾ കേരളത്തിലുണ്ടായിട്ടുണ്ട്. ഇടതു വോട്ടുകൾക്കപ്പുറം KK ശൈലജയുടെ വ്യക്തിസ്വാധീനം ഗുണം ചെയ്യുമെന്നാണ് LDFന്റെ പ്രതീക്ഷ. രാജേഷ് വെള്ളരിക്കുണ്ടിനൊപ്പം അരുൺ പൂപ്പറമ്പ, 24 വടകര. ചങ്ങനാശ്ശേരി ഇടിമണ്ണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗ്രാൻഡ് വെഡ്ഡിംഗ് ഫ്ലോർ സിനിമാ താരം ടൊവിനോ തോമസ് ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന ചടങ്ങിൽ ജോബ് മൈക്കൽ MLA അധ്യക്ഷനായിരുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 50 ദിവസം നീണ്ടു നിൽക്കുന്ന ഓഫറുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്, ഡയമണ്ടിന് ക്യാരറ്റിന് 15,000 രൂപ കിഴിവടക്കം വമ്പൻ ഓഫറുകളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളതെന്ന് മാനേജിംഗ് പാർട്ണർ സണ്ണി തോമസ് ഇടിമണ്ണിക്കൽ അറിയിച്ചു. മുനിസിപ്പൽ വൈസ് ചെയർമാൻ ബെന്നിച്ചൻ ജോസഫ്, ഹരികുമാർ കോയിക്കൽ, B രാധാകൃഷ്ണ മേനോൻ എന്നിവർ ആശംസകൾ നേർന്നു. ആണവായുധ പ്രഹരശേഷിയുള്ള അഗ്നി 5 മിസൈൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു. മിഷൻ ദിവ്യാസ്ത്ര എന്ന് പേരിട്ട പരീക്ഷണത്തിന്റെ വിജയത്തിൽ DRDO ശാസ്ത്രജ്ഞരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. 6000 കിലോമീറ്റർ വരെ ദൂരത്തിൽ ലക്ഷ്യം കാണാൻ കഴിയുന്നതാണ് പുതിയ മിസൈൽ. ഇന്ത്യ വികസിപ്പിച്ച MIRV സാങ്കേതിക വിദ്യയാണ് അഗ്നി 5 മിസൈലിന്റെ അടിസ്ഥാനം. മിഷൻ ദിവ്യാസ്ത്ര എന്ന പേരിലായിരുന്നു അഗ്നി 5 മിസൈലിന്റെ പരീക്ഷണം. അഗ്നി 5ന്റെ ഒരൊറ്റ മിസൈൽ ഒന്നിലധികം പ്രദേശങ്ങളിൽ പ്രഹരമേൽപ്പിക്കും. 7500 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് ആക്രമണം നടത്താൻ അഗ്നി 5ന് സാധിക്കും. 17 മീറ്റർ നീളമുള്ള മിസൈലിന്റെ ഭാരം 50 ടണ്ണാണ്. ബീജിംഗ്, ഷാങ്ഹായ് അടക്കമുള്ള നഗരങ്ങൾ ഉൾപ്പെടെ അഗ്നിയുടെ പരിധിയിൽ വരും. അഗ്നി 5 പദ്ധതിയുടെ ഡയറക്ടർ ഒരു വനിതയായിരുന്നു. നിരവധി സ്ത്രീകളും വിവിധ ചുമതലകളിൽ പദ്ധതിയുടെ ഭാഗമായി. അഗ്നി 5ന്റെ വിജയത്തോടെ MIRV സാങ്കേതിക വിദ്യയുള്ള രാജ്യങ്ങളുടെ ഗ്രൂപ്പിൽ ഇന്ത്യയും അംഗമായി. R രാധാകൃഷ്ണൻ, 24 ഡൽഹി. ഇനി ചില വാർത്തകൾ ചുരുക്കത്തിൽ. പശ്ചിമബംഗാളിൽ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ CBI അന്വേഷണത്തിന് സ്റ്റേ ഇല്ല. CBI അന്വേഷണം വേണമെന്ന കൽക്കട്ട ഹൈക്കോടതി ഉത്തരവ് ചോദ്യം ചെയ്ത് പശ്ചിമബംഗാൾ സർക്കാർ നൽകിയ ഹർജി സുപ്രീംകോടതി തള്ളി. തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിയമനത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് സുപ്രീംകോടതിയെ സമീപിച്ചു. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സമിതിയുടെ നിയമനം ചോദ്യം ചെയ്താണ് ഹർജി. കോഴിക്കോട് മാവൂർ ചെറുപ്പയ്ക്ക് സമീപം പൊൻപറക്കുന്നിൽ തീപിടുത്തം. കുന്നിന് മുകളിലെ ഉണങ്ങിയ പുല്ലിനാണ് തീപിടിച്ചത്. തീ അണച്ചു. സംഘർഷങ്ങളെ തുടർന്ന് കേരള സർവകലാശാല കലോത്സവം നിർത്തിവെച്ചു. വൈസ് ചാൻസലർ മോഹനൻ കുന്നുമലാണ് കലോത്സവം നിർത്തിവെക്കാൻ ഉത്തരവിട്ടത്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കുടിശ്ശികയുടെ ഒരു ഗഡു ഈ മാസം 15-ന് വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. മസ്റ്ററിംഗ് നടത്തിയ മുഴുവൻ പേർക്കും തുക ലഭിക്കും. ഓസ്കർ പുരസ്കാര വേദിയിൽ തിളങ്ങി ക്രിസ്റ്റഫർ നോളൻ ചിത്രം ഓപ്പൺഹൈമർ. മികച്ച സംവിധായകൻ, മികച്ച ചിത്രം ഉൾപ്പെടെ 7 പുരസ്കാരങ്ങൾ. കിലിയൻ മർഫി മികച്ച നടൻ, മികച്ച നടി എമ്മ സ്റ്റോൺ. വർക്കല ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അപകടത്തിൽ അന്വേഷണത്തിന് ജില്ലാ കളക്ടർ ജെറോമിക് ജോർജ് ഉത്തരവിട്ടു. ദുരന്ത നിവാരണ നിയമപ്രകാരമാണ് നടപടി. ഇടുക്കി കട്ടപ്പന ഇരട്ടക്കൊലപാതക കേസിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്താൻ കഴിയാതെ പോലീസ്. സാഗര ജംഗ്ഷനിലെ വീടിന് സമീപത്തെ തൊഴുത്തു കുഴിച്ചുള്ള പരിശോധന അവസാനിപ്പിച്ചു. തലശ്ശേരി മാഹി ബൈപ്പാസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിച്ചു. പുതിയ പാതയിലൂടെ BJP നേതാക്കൾ റോഡ് ഷോ സംഘടിപ്പിച്ചു. വികസനത്തെ മത്സരമായി കാണുന്നില്ലെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ഇതോടെ പ്രൈം ടൈം ന്യൂസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.